കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിലുള്ള ഭൂഭാഗത്തെ മലനാടെന്നു പറയുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള ഭാഗത്തെ ഇടനാടെന്നും 7.5 മീറ്ററിന് താഴെയുള്ള ഭാഗത്തെ തീരപ്രദേശമെന്നും പറയുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ പ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖലയാണ് മലനാട്. കേരളത്തിന്റെ 48% മലനാടാണ്. ഇടനാട് മലനാടിന്റെയും തീരപ്രദേശത്തിന്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമൊക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ. കേരളത്തിന്റെ 41.76% ഇടനാട്. ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. തീരപ്രദേശം അറബിക്കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയാണ് ഉയരം. കേരളത്തിന്റെ 12% തീരപ്രദേശമാണ്. തീരപ്രദേശത്തെ പ്രധാന കൃഷി നെല്ലാണ്. ഈ ഭാഗത്ത് നിന്നും PSC ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. ആൻസർ ഓപ്ഷൻ സി, മലനാട്. കേരളത്തിന്റെ 48% മലനാടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. ആൻസർ ഓപ്ഷൻ എ, ഇടനാട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം. ആൻസർ ഓപ്ഷൻ സി, കേരളത്തെ 3ആയി തരംതിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മലനാട് ഇല്ലാത്ത ജില്ല. ആൻസർ ഓപ്ഷൻ സി, ആലപ്പുഴ. തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്. ആൻസർ ഓപ്ഷൻ ബി, 12%. അടുത്ത ക്വസ്റ്റ്യൻ, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ആൻസർ ഓപ്ഷൻ ബി, വയനാട്. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം. ആൻസർ ഓപ്ഷൻ ബി, മലനാട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ എ, മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം. ആൻസർ ഓപ്ഷൻ സി, 560 കിലോമീറ്റർ. കേരളത്തിലെ കടൽ തീരത്തിന്റെ നീളം. ആൻസർ ഓപ്ഷൻ ഡി, 580 കിലോമീറ്റർ. പുതിയൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൾ.